ബഫൂൺ എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢിയാസുരനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ബ്രാഹ്മണനാവാൻ ശ്രദ്ധിക്കണം. മഹാത്മാക്കൾക്ക് നമുക്ക് മനസ്സിലാവാത്ത ഒരു ആഴമുണ്ട്. ഈ ആഴമുണ്ടാകാനുള്ള ഉപായം കണ്ണടച്ചിരിക്കലാണ്. നശിച്ചു പോകുന്ന ഈ ശരീരത്തിനുള്ളിൽ നശിക്കാത്ത ആത്മാ എന്നൊരു തത്വമുണ്ട്. നശിച്ചു പോകുന്ന ഈ ശരീരത്തിനുള്ളിൽ നശിക്കാത്ത ആത്മാ എന്ന ഒരു തത്വമുണ്ട്. അതാണ് നമ്മിലെ സത്ത. ഓരോരുത്തരിലെയും സത്ത എന്താണ്? ജീവൻ അല്ലെങ്കിൽ ആത്മാ. അത് നശിക്കുവോ? അത് നശിക്കില്ല. ശരീരാദികളോ? അതൊക്കെ നശിച്ചു പോകും. ശരീരത്തെ മുഴുവൻ പ്രവർത്തനക്ഷമമാക്കുന്നത് അതാണ്. ഈ ആത്മാവിലേക്ക് നോക്കിയിരിക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ണടച്ചിരിക്കൽ. കണ്ണടച്ചിരിക്കൽ ലളിതമായി പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ച് ആലോചിക്കലാകുന്നു. എന്താണ് ജീവൻ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് മാറുന്നില്ല, ബാക്കിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ദിവസവും ഇതിനായി സമയം കണ്ടെത്തണം. ആദ്യമൊന്നും വിജയിക്കില്ല. വലിയ ഓട്ടക്കാരനായ കാൾ ലൂയിസ് ചിന്മോയ് എന്ന ഗുരുവിനെ സമീപിച്ചു. ഗുരു കൊടുത്ത ഉപദേശം ഓടുന്നതിന് മുൻപ് കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക എന്നതാണ്. ആഴമുണ്ടാവാനുള്ള ഉപായം കണ്ണടച്ച് മിണ്ടാതിരിക്കലാണ്. അപ്പൊ കുട്ടികൾ ബ്രാഹ്മണരാവാനുള്ള ശ്രമത്തിന്റെ ആദ്യ പടിയായിട്ട് എന്ത് സ്വീകരിക്കണം? ദിവസവും കുറച്ചു നേരം കണ്ണടച്ച് അകത്തേക്ക് നോക്കിയിരിക്കണം. ഉറങ്ങലല്ല, ഉണർന്നിരിക്കുന്നു, പക്ഷെ കണ്ണടച്ചിരിക്കണം, അകത്തേക്ക് നോക്കിയിരിക്കുന്നു. ആത്മാവിനെ കുറിച്ച് ആലോചിക്കുന്നു. ശരീരാദികളൊക്കെ നശിച്ചു പോകുന്നതാണ്. ഇതൊക്കെ നശിക്കുമ്പോഴും എന്ത് നശിക്കില്ല? ആ അക്ഷരത്തെക്കുറിച്ച് ആലോചിക്കുന്നു. സാരഗ്രാഹികൾ എല്ലാറ്റിൻ്റെയും സാരം കണ്ടെത്തുന്നവരാണെന്ന് പറഞ്ഞല്ലോ. ഇതിന് എല്ലാറ്റിനോടും മനസ്സ് തുറന്നിരിക്കണം. അകത്തെ സാരം ആലോചിക്കുന്നത് പോലെ തന്നെയാണ് പുറത്തെ സാരം അന്വേഷിക്കുന്നത്. പുറത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നതിൻ്റെയും സാരം തിരഞ്ഞുകൊള്ളണം. ഉണർന്നിരിക്കണം. കണ്ണ് തുറന്നിരിക്കണം, ഉണർന്നിരിക്കണം. കവികൾ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നു. എത്ര പൂക്കൾ വീണ് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കുമാരനാശാൻ കണ്ടപ്പോൾ വീണപൂവ് എന്ന അനശ്വര കാവ്യമുണ്ടായി. കുമാരനാശാൻ വീണപൂവ് കണ്ടപ്പോൾ ഒരു കാവ്യമുണ്ടായി. നമ്മൾ കണ്ടിട്ടോ? ഒന്നും സംഭവിച്ചില്ല. അപ്പൊ കുമാരനാശാൻ വീണപൂവിൽ നിന്നും അക്ഷരത്തെ മനസ്സിലാക്കി അത് പങ്കുവച്ചു. അതുകൊണ്ട് ആ കാവ്യം അനശ്വര കാവ്യമായി 100 കൊല്ലം പിന്നിട്ടു. മനസ്സിലായില്ലേ? ഇന്നും വീണപൂവ് പ്രസിദ്ധമായ കാവ്യമാണ്. എന്താ കാരണം? അതിൽ അക്ഷരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നാശരഹിതമായതിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലായിടത്തും കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി കാണുന്നവനാണ് ബ്രാഹ്മണൻ. ശ്രദ്ധ വളർത്തിക്കൊണ്ടുവരണം. സച്ചിൻ കോള കുടിക്കുന്നതും കാർ ഓടിക്കുന്നതും മാത്രമേ നാം ശ്രദ്ധിക്കുന്നുള്ളൂ. അദ്ദേഹം വലിയ കളിക്കാരനായതിനു പിന്നിലെ അക്ഷീണ പ്രയത്നം കാണാൻ വിട്ടുപോകുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നമുക്കിഷ്ടമാണ്. എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചു വളർന്നാലേ പാഠങ്ങൾ ശേഖരിച്ച് എല്ലാവരുടെയും ശ്രദ്ധ എക്കാലവും നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വേണ്ട എന്താ? മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം. അതിനുള്ള വഴി എന്താ? അതിനുള്ള വഴി എല്ലാം ശ്രദ്ധിക്കുക, എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലോ മറ്റുള്ളവരുടെ ശ്രദ്ധ എന്നേക്കും പിടിച്ചു പറ്റാൻ നമുക്ക് സാധിക്കും. ആരും അറിയാതെ നിങ്ങൾ ജീവിച്ചു പോകരുത്. വരും തലമുറ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് നിങ്ങളെ പറ്റി പറയണം. പഠിക്കുമ്പോൾ ശ്രദ്ധയോടെ പഠിക്കണം. സാരം ഗ്രഹിച്ച് ശ്രദ്ധയോടെ വായിച്ചാൽ വേഗം പഠിക്കാൻ പറ്റും. നാളെ പരീക്ഷയല്ലേ? ഇനി മക്കൾ കുറച്ചു നേരം ശ്രദ്ധയോടെ പഠിച്ചിട്ട് വരൂ. മുത്തശ്ശൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പൂ പറിക്കാൻ പോകാം. മുത്തശ്ശൻ പകർന്നു തന്ന അറിവ് ഞങ്ങളിൽ ഉന്മേഷമുണർത്തി. പഠിക്കുക എന്ന കീറാമുട്ടി ഇനി കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എന്ന് തോന്നി. വൈകുന്നേരം പൂ പറിക്കാൻ പോകാം എന്ന ചിന്തയും പഠിക്കാൻ കൂടുതൽ ഉത്സാഹം നൽകി. ഞങ്ങൾ പാഠപുസ്തകങ്ങൾ കയ്യിലെടുത്തു. സാരഗ്രാഹി. കണ്ണടച്ചിരുന്ന് അകത്തെ സാരം ആലോചിക്കുന്നു. കണ്ണ് തുറന്ന് പുറത്തും സാരമായതെന്തെന്ന് ചിന്തിക്കുന്നു.
ഏത് പഠിക്കുമ്പോഴും അതിൽ സാരമായതെന്ത് എന്ന് അന്വേഷിക്കുന്നു. ഇങ്ങനെ സാരഗ്രാഹികളായാലോ ഒരുപാട് വായിച്ചെടുക്കേണ്ട, പഠിക്കേണ്ട, പിന്നെയോ എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആരാവാൻ സാധിക്കും? ബ്രാഹ്മണരാവാൻ സാധിക്കും. ഇങ്ങനെ നമ്മളെല്ലാവരും ബ്രാഹ്മണരാവട്ടെ, അക്ഷരമറിയുന്നവരാവട്ടെ, സാരഗ്രാഹികളാവട്ടെ. സാരം ഗ്രഹിക്കാൻ പഠിച്ചാലോ പഠനം എളുപ്പമാവും, പിന്നെയോ ഇഷ്ടം പോലെ കളിക്കാനും സമയം കിട്ടും. മുത്തശ്ശൻ എങ്ങനെയാണ് വ്യത്യസ്തനായതെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്കും വ്യത്യസ്തരാവാൻ സാധിക്കട്ടെ. ഹരി ഓം.